ഹായ് ഹലോ വെൽക്കം ടു സരിത വ്ലോഗ്. ഇന്ന് കുറേ നേരം വീട്ടിലിരുന്നപ്പോൾ ഭയങ്കര ഓഫ് മൈൻഡായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു ഡ്രൈവിന് പോവാം, ചെറുതായിട്ടൊന്ന് ഡിന്നർ അടിക്കാം, പിന്നെ കാർ വാഷ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഞാനും സജിത്തും കൂടി വണ്ടിയിൽ കയറി ഞങ്ങൾ ഒരൊറ്റ പോക്ക് പോയി ഞങ്ങളൊരു കാർ വാഷ് സ്ഥലം, സ്ഥിരമായിട്ട് കൊടുക്കുന്ന ഒരു കാർ വാഷ് സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോയി കാർ വാഷ് കൊടുത്തു. അത് കാർ വാഷ് ചെയ്ത് കിട്ടുന്ന സമയം കൊണ്ട് ഫുഡ് അടിക്കാമെന്നുള്ള രീതിക്കാണ് പോയത്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ നമ്മുടെ റെസ്റ്റോറൻ്റ് ഉണ്ട്. നമ്മുടെ ഒരു ഫേവറേറ്റ് പ്ലേസാണ്, സ്ഥിരമായിട്ട് പോകുന്നത്. എനിക്ക് അവിടുത്തെ നൂൽ പൊറോട്ടയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, വീറ്റ് പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പൊറോട്ടയൊന്നും ഇപ്പം അങ്ങനെ കഴിക്കത്തില്ല, വളരെയധികം കൊതി തോന്നിയാൽ മാത്രം കഴിക്കുന്നൊരു സംഭവമാണത്. അപ്പം ഞാനിപ്പോൾ നൈറ്റ് ഇന്നിപ്പോൾ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടറാണ് എടുത്തത്, ഒരു സൂപ്പ്, ചിക്കൻ സൂപ്പാണ് എടുത്തത്. സഞ്ജിത്ത് പിന്നെ പാനിപ്പൂരിയും ഷവായോ അങ്ങനെ സംതിങ് എന്തോ മേടിച്ച് കഴിച്ചായിരുന്നു. അതിനുശേഷം ആഹാരമൊക്കെ കഴിച്ച് വയറിലോട്ടങ്ങ് നിറഞ്ഞപ്പോൾ എന്തോ ഒരു സന്തോഷമായിരുന്നു, വല്ലാത്തൊരു സന്തോഷം, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു. അതിനുശേഷം ഞാൻ കാർ വാഷ് ചെയ്യുന്നിടത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് പരിചയമില്ലാത്ത ഒരാൾ വന്ന് എൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ അവൻ ആരാണെന്ന് എനിക്കൊരു പിടുത്തം കിട്ടിയില്ല. ഞാനും ബ്ലാക്ക് കളർ ഡ്രസ്സായിരുന്നു, അവനും ബ്ലാക്കാണ്. അപ്പോൾ അവൻ എന്നെ ഭയങ്കര ദയനീയമായിട്ടിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ഞാനും അവനെ നന്നായിട്ട് നോക്കി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു പൊറോട്ടയും ഇച്ചിരി കറിയൊക്കെ കൂടെ കൊണ്ട് അവന് കൊടുത്തു. പക്ഷേ അവന് നമ്മൾ മനുഷ്യർ എന്താ പറയുക, മനുഷ്യനെക്കാട്ടിലും നന്ദിയും ഒക്കെ ഉള്ളൊരു മൃഗങ്ങൾ തന്നെയാണല്ലേ. എത്ര അടിച്ചാലും വഴക്ക് പറഞ്ഞാലെല്ലാം അവൻ നമ്മുടെ കൂടെ തന്നെ ഇങ്ങനെ നിൽക്കും, അവൻ്റെ യജമാനോട് സ്നേഹമുള്ളവരെ. പക്ഷേ ഞാൻ പോകുന്നത് വരെ അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ എന്നോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു, എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പോയി വണ്ടിയിൽ കയറി, ഞാൻ വണ്ടി എടുത്ത് പോകുന്നത് വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ വേറൊരാളെ കൂടെ കൊണ്ടുവന്നു, അവൻ്റെ ഒരു ഫ്രണ്ടിനെ. അതും ബ്ലാക്ക് കളർ തന്നെയായിരുന്നു. ഞാൻ പിന്നെ വിളിച്ച് ഇതൊക്കെ ഇനി ആൾ മാറി എൻ്റെ അടുത്ത് വന്ന് നിന്നതാണോ? ഞാനും ബ്ലാക്ക്, അവനും ബ്ലാക്ക്. പിന്നെ പാവം അവനും എനിക്കൊരു കഷ്ടം തോന്നിയപ്പോൾ ഞാൻ അവനും കുറച്ച് ഫുഡ് വാങ്ങിച്ച് കൊടുത്തു. അവർ രണ്ടുപേരും നമ്മൾ പോകുന്നത് വരെയും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുറേ കത്തികൾ, നമ്മളവിടെ നിന്ന് പോയി അതിന് ശേഷം മാർക്കറ്റിൻ്റെ അടുത്തെത്തിയപ്പോൾ കുറേ കത്തികൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, മൂർച്ച കൂട്ടി വെക്കാനായിട്ട്. ആരും കൊല്ലാനല്ല കേട്ടോ. എനിക്ക് മീനൊക്കെ കട്ട് ചെയ്യുമ്പോൾ, വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുമ്പോൾ നല്ല ഷാർപ്പായിരിക്കണം. അപ്പം അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നൊരു കാര്യമാണ്. അത് ഇങ്ങനെ രാവി വൃത്തിയാക്കി വീട്ടിൽ കൊണ്ടുവന്നിട്ട് എണ്ണയൊക്കെ പുരട്ടി ഞാനത് സെറ്റ് ചെയ്ത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് റബ്ബർ ബാൻഡൊക്കെ ഇടും, ആവശ്യത്തിന് ഒന്നൊന്നായിട്ട് എടുക്കും. അങ്ങനെയാണ് ഞാനത് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് എല്ലാം എണ്ണയൊക്കെ തേച്ച് നല്ല കുട്ടപ്പനാക്കി അതിനെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തന്നെ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു. അതിനുശേഷം എൻ്റെ കുറേ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ഞാൻ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അതിൽ നാളത്തേക്ക് മാത്രമുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും വെജിറ്റബിൾസ് മാത്രം എടുത്ത് ഞാൻ കട്ട് ചെയ്തിട്ട് അരിഞ്ഞ് പറക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. കാരണം പിറ്റേ ദിവസം അത് ചെയ്യാമെന്ന് പറയുന്നത് വളരെയധികം എനിക്ക് ഓൺ ദ സ്പോട്ട് എല്ലാം എടുത്ത് പെട്ടെന്ന് ചെയ്യാൻ ചില സമയത്ത് മൈൻഡ് അനുവദിക്കത്തില്ല. തലേ ദിവസം അത് പ്രിപ്പറേഷനോട് കൂടിയിട്ടിരുന്നാൽ രാവിലെ എല്ലാം എടുത്ത് പെട്ടെന്ന് ക്വിക്കായിട്ട് ചെയ്യാൻ ഭയങ്കര ഈസി ജോബാണത്. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും അതുപോലെ ആയിരിക്കണമെന്നില്ല. അപ്പോൾ അതൊക്കെ ചെയ്തു. അതിന് ശേഷം അതൊക്കെയാണ് നാളത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചത്. പിന്നെ അതിങ്ങനെ ഞാൻ വെറുതെ എനിക്ക് ചുമ്മാ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുന്നതിന് പകരം എനിക്കത് എൻജോയ് ചെയ്ത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടി വി ഇട്ടിട്ട് എനിക്കിഷ്ടമുള്ള പാട്ടോ അല്ലെങ്കിൽ വല്ല വെബ് സീരീസോ ഒക്കെ ഇട്ട് കണ്ട് നല്ല ആസ്വദിച്ചാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ചെയ്ത ഉടൻ തന്നെ അവിടെയൊക്കെ അങ്ങ് വൃത്തിയാക്കി വെച്ചില്ലെങ്കിലും എനിക്ക് ഉറക്കമൊന്നും വരത്തില്ല. ഇച്ചിരി OCDയുടെ പ്രശ്നമുണ്ടോ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. എനിക്കും തോന്നാറുണ്ട് ചില നേരത്തെ എനിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടെന്നുള്ളത് തോന്നാറുണ്ട്. പിന്നെ ഞാനത് വലിയതായിട്ട് കാര്യമാക്കാറില്ല.
അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, എല്ലാം സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ എല്ലാം അതിനെ ഓരോ ട്രെയിലിട്ട് അടച്ച് ഫിക്സ് ചെയ്ത് വെച്ചു. പിന്നെ എൻ്റെ കിച്ചണെല്ലാം ഈ ഗ്യാസ് കത്തിക്കുന്ന ഇടമെല്ലാം ഒരു ടൈപ്പായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ കിടക്കുന്നതിന് മുന്നേ അതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിരിക്കും. രാവിലെ എണീറ്റ് വന്നിട്ട് നമ്മുടെ അടുക്കള ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ജോലി ചെയ്യാനായിട്ട് ഭയങ്കര ഹാപ്പി മൂഡായിരിക്കും. അത് എനിക്ക് മാത്രമല്ല, ഓൾമോസ്റ്റ് എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, അല്ലേ? നമ്മൾ രാവിലെ തന്നെ ആ ഒരു അടുക്കള കാണുമ്പോഴും അതിലെ ഓരോ പാത്രങ്ങൾ ഷെൽഫിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോഴും നമുക്ക് ഭയങ്കരമായിട്ട്, ഇപ്പം ഞാൻ തന്നെ ഓരോ ദിവസം ഓരോ രീതിക്കായിരിക്കും അറേഞ്ച് ചെയ്യുന്നത് തന്നെ. ഇപ്പം അടുക്കളയിൽ ഒരിടത്തിരിക്കുന്ന സാധനം ഡെയിലി ആ സ്ഥലത്ത് തന്നെയാണ് വെക്കില്ല, പിന്നെ അതിനെ റൊട്ടേറ്റ് ചെയ്ത് തരും. അപ്പോൾ ഓരോ റൊട്ടേഷനിലും നമ്മുടെ സ്ഥലത്തിനുള്ള ആ ഒരു സിസ്റ്റം അറേഞ്ച് ചെയ്യും. നമുക്ക് വീണ്ടും പല മൈൻഡ് ഓഫ് സെറ്റ് മാറ്റിയെടുക്കാനും പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വേറൊന്നുമില്ല, ഇന്നത്തെ വ്ളോഗിൽ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ട് സേഫായിട്ടിരിക്കുക. അപ്പോൾ വീണ്ടും അടുത്ത വ്ളോഗിൽ അടുത്ത ഒരു ഡെയിലി റൊട്ടീനുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തും. അതുവരെ ഇറ്റ്സ് ബൈ ഫ്രം സരിത. താങ്ക് യു സോ മച്ച്.